ഹായ് ഓൾ, 99% ട്രേഡേഴ്സും ക്യാപിറ്റൽ നഷ്ടപ്പെടുത്തുകയാണ്. ഈ പല്ലവി എന്നും നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. നിങ്ങൾ ഒരുപക്ഷെ ആ 99% ആളുകളിൽ ഒരാളാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ നിങ്ങൾ എങ്ങനെ വിജയിക്കുന്ന 1% ആളുകളിലോട്ട് മാറാൻ സാധിക്കും, നിങ്ങളുടെ സ്റ്റാറ്റസ് വിന്നേഴ്സിന്റെ സ്റ്റാറ്റസിലോട്ട് എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബാക്ക് ടെസ്റ്റിങ്ങിൽ, അതായത് നിങ്ങളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു FIA, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ട്രേഡിങ്ങിലോട്ട് നിങ്ങളുടെ ട്രേഡിങ്ങിനെ എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ട്രേഡ് ടോക്സിന്റെ യൂട്യൂബ് ചാനലിലോട്ട് വെൽക്കം. ഞാൻ സുനിൽ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് ട്രേഡ് ടോക്സ്. ഹായ് ഓൾ, എങ്ങനെയാണ് ഒരു റീറ്റെയിൽ ട്രേഡറിന് വിൻ ചെയ്യാൻ സാധിക്കുക? ഏത് മെത്തേഡാണ് അദ്ദേഹം അവലംബിക്കേണ്ടത്? ഓപ്ഷൻ ബൈ ചെയ്യണോ, സ്റ്റോക്കിൽ ബൈ ചെയ്യണോ, ഇല്ലെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്യണോ, ഓർ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യണോ? എല്ലാ ആളുകൾക്കും എപ്പോഴും ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ കൺഫ്യൂഷൻ മാറ്റാനായിട്ടുള്ള ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനൊരു ഓപ്ഷൻ സെല്ലറാണ്. സോ ഓപ്ഷൻ സെല്ലറിന്റെ പ്രത്യേകത എന്താണ്? മാർക്കറ്റിൽ ഒരു 70% വിന്നിങ് റേറ്റ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രം മതിയോ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് വിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. നമുക്ക് ഒരു സിസ്റ്റം ട്രേഡർ ആകേണ്ടിയിരിക്കുന്നു. എന്താണ് ഒരു സിസ്റ്റം ട്രേഡിംഗ്? സിസ്റ്റം ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നു. ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. സോ എൻട്രി കണ്ടീഷൻ, എക്സിറ്റ് കണ്ടീഷൻ, സ്റ്റോപ്പ് ലോസ്, മാക്സിമം സ്റ്റോപ്പ് ലോസ്, ഡ്രോ ഡൗൺ എത്ര, ടാർഗറ്റ് എത്ര, എക്സ്പെൻസീവ് എത്ര, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് അതിൻ്റെ പിന്നിലുണ്ട്. സോ ഇത്തരത്തിലുള്ള കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ ഇന്ന സമയത്ത് ഇന്ന പോലെ എൻട്രി ചെയ്യാം, ഇന്ന പോലെ എക്സിറ്റ് ചെയ്യാം. സോ 9:30 സ്ട്രാഡിൽ കയറാം, 10 മണിക്കാണെങ്കിൽ സ്ട്രാങ്കിൾ കയറാം, സ്ട്രാങ്കിളിന് 20% സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, സ്ട്രാഡിലിന് 40% സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, വ്യാഴാഴ്ചയാണെങ്കിൽ 100% സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. സോ എൻ്റെ ലൈവ് ട്രേഡിൽ, എല്ലാ വ്യാഴാഴ്ചയുള്ള ലൈവ് ട്രേഡിൽ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്ത് ബേസിസിലാണ് ഈ വ്യാഴാഴ്ച ലൈവ് ട്രേഡ് ചെയ്യുന്നത്? ഇതെന്താ ഗാംബ്ലിംഗ് ആണോ എന്ന് ചോദിക്കും. ഒരിക്കലും ഇതൊരു ഗാംബ്ലിംഗ് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് അല്ല, മറിച്ച് അതൊരു സിസ്റ്റം ട്രേഡാണ്. എന്താണ് സിസ്റ്റം ട്രേഡ്? സിസ്റ്റം ട്രേഡിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഒരു സിസ്റ്റമാണ്. നമ്മൾ എന്തുണ്ടാക്കുന്നു? നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ എൻട്രി കണ്ടീഷൻസ്, എക്സിറ്റ് കണ്ടീഷൻ, സ്റ്റോപ്പ് ലോസ് എല്ലാം വെച്ചിട്ട് നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു. ഇതിനുശേഷം ഈ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സിസ്റ്റത്തിനെ പ്രോപ്പർ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നു. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതിന് എത്ര വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഏത്? സ്റ്റോക്ക് മോക്ക് എന്ന് പറയുന്ന ടൂൾ. അപ്പോൾ ഈ സ്റ്റോക്ക് മോക്കിൽ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റോക്ക് മോക്ക് യൂസ് ചെയ്യാം എന്ന് പഠിക്കാനായിട്ട് പറ്റും. സോ സ്റ്റോക്ക് മോക്കിന് ഇൻസ്റ്റാൾ അല്ലെങ്കിൽ സ്റ്റോക്ക് മോക്കിൽ അക്കൗണ്ട് എടുക്കേണ്ട ലിങ്ക് ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. സോ സ്റ്റോക്ക് മോക്കിൽ ഈ ഒരു വീഡിയോന് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വെച്ച് നിങ്ങൾ കയറുകയാണെങ്കിൽ സോ അവരുടെ പെയ്ഡ് വെർഷനിൽ 40 ക്രെഡിറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനിഷ്യലായി നിങ്ങൾക്ക് കുറേ സ്ട്രാറ്റജീസിനെ ഫ്രീ ആയിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എന്ത് വേണം? നമുക്ക് സിസ്റ്റം വേണം. ആ സിസ്റ്റത്തിനെ നമ്മൾ സ്റ്റോക്ക് മോക്ക് ഉപയോഗിച്ചിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. മറ്റ് ബാക്ക് ടെസ്റ്റിംഗ് ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ക് ടെസ്റ്റിംഗ് ടൂളാണ് സ്റ്റോക്ക് മോക്ക്. അപ്പോൾ ഈ സ്റ്റോക്ക് മോക്ക് ടൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഇത് വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ ഇതിൻ്റെ ഡ്രോ ഡൗൺ കണ്ടുപിടിക്കുന്നു. ഇതിന് എത്ര റിസ്ക് റിവാർഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? റിസ്ക് മാനേജ്മെന്റ് പാർട്ട് ഡിഫൈൻ ചെയ്യുന്നു. എത്ര രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് ഈ ട്രേഡ് ചെയ്യാം, എത്ര മാക്സ് ലോസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടെത്തി ഈ ഒരു 3 പില്ലേഴ്സും പ്രോപ്പറായി സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ആക്ച്വൽ ട്രേഡിലോട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു.
അതിനുശേഷം ഇത് പ്രോപ്പർലി റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് സ്കെയിലപ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഈ അക്കൗണ്ട് ഈ ഒരു സ്ട്രാറ്റജി ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രോപ്പർ സ്ട്രാറ്റജി സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു, സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യുന്നു, ദെൻ റിസ്ക് മാനേജ്മെന്റ് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ നമുക്ക് ഇതിൽ ഇല്ലാത്തത് ഏതാണ്? സ്റ്റോക്ക് മോക്ക് ബാക്ക് ടെസ്റ്റിംഗ് ടൂളാണ്. സോ ഇനിയും ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് എങ്ങനെ സ്റ്റോക്ക് മോക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം, എങ്ങനെ അക്കൗണ്ട് എടുക്കാം, എങ്ങനെ ഒരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. വീഡിയോ അവസാനം വരെ കാണാനായിട്ട് മറന്നു പോരുത്. നിങ്ങൾ ട്രേഡ് ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്റ്റോക്ക് മോക്കിന്റെ ഹോം പേജ്. ഓക്കെ, അപ്പൊ ഇത് ഈ ഹോം പേജിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓൾറെഡി നമ്മുടെ വീഡിയോയുടെ താഴത്തുള്ള ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത ഒരാളാണെങ്കിൽ പ്രോപ്പർലി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഗൂഗിൾ ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പുതിയ സൈനപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ എൻ്റെ മൊബൈൽ നമ്പറും പാസ്വേഡും കൃത്യമായിട്ട് കൊടുത്ത് ലോഗിൻ ചെയ്യണം. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രോപ്പർലി യൂസർ നെയിം പാസ്വേഡ് കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുന്നു. സോ നിങ്ങൾ പ്രൊഫൈലെല്ലാം ക്ലിക്ക് ചെയ്തതിന് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു പേജാണ്. ഇതിൽ നിങ്ങൾക്ക് ഹോം പേജ് ഉണ്ട്, ബാസ്ക്കറ്റ് ഉണ്ട്, സിമുലേറ്റർ ഉണ്ട്, എഡ്യൂക്കേഷനിൽ ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്ന കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും വെച്ചിട്ടുള്ള ഓപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജീസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് പൊസിഷണൽ സ്ട്രാറ്റജീസ്, ഇൻട്രാഡേ സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ സിമുലേറ്റർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മളൊരു കംപ്ലീറ്റ് വീഡിയോ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് തന്നിട്ടുള്ളതാണ്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇതിനോട് കൂടെ തന്നെ ചേർന്ന് കാണാൻ സാധിക്കുന്നതാണ്. എങ്ങനെ സിമുലേറ്റർ യൂസ് ചെയ്യാമെന്നുള്ള വീഡിയോ ഇവർ തന്നെ ഓൾറെഡി യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് എപ്പോഴും ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻട്രാഡേയോ പൊസിഷണൽ റേറ്റ്സോ ഒക്കെ ടെസ്റ്റ് ചെയ്യാം. നമുക്കൊരു 920 സ്ട്രാഡിൽസ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? യെസ്, നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഒരു പുതിയ ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ബാസ്ക്കറ്റ് 920 എന്ന് നമുക്ക് പേരിടാം. 920 സ്ട്രാഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഓപ്ഷൻസ് ആണ്. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് സെല്ലാണ് ചെയ്യേണ്ടത്. കോൾ എന്ത് ചെയ്യുന്നു? അറ്റ് ദ മണിയിൽ കോള് ഞാൻ സെല്ല് ചെയ്യുന്നു, പുട്ടും ഞാൻ എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലോസ് വെക്കണം. 30% ആണല്ലോ സ്റ്റോപ്പ് ലോസ്. 30% സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. നമ്മുടെ പുട്ടിന് 30% സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. അപ്പോൾ കോളും പുട്ടും സെല്ല് ചെയ്തു, 30% സ്റ്റോപ്പ് ലോസ് വെച്ചു. സമയം എത്രയാണ്? 9:20 എൻട്രി എടുത്തു, 3:20 എക്സിറ്റ് എടുക്കും. 3:20 നമുക്ക് എക്സിറ്റ് എടുക്കാം. ഓക്കെ, അങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ മാറ്റി കൊടുത്ത് പുതിയ സ്ട്രാറ്റജീസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. സ്ട്രാറ്റജി സ്റ്റോപ്പ് ലോസ് എത്ര? സ്ട്രാറ്റജി സ്റ്റോപ്പ് ലോസ് നമുക്ക് 2,500 രൂപയ്ക്ക്. 2,500 രൂപയാകുമ്പോൾ ഇത് എക്സിറ്റ് ചെയ്യും. അപ്പം എല്ലാ ദിവസവും ഈ ഒരു ട്രേഡ് നടക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് സ്ട്രാറ്റജിക്ക് പേര് കൊടുക്കണ പോലെ എന്താണ്? 920 എന്ന് നമ്മൾ പേര് കൊടുത്തു. 920 എന്ന് നമ്മൾ പേര് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രാറ്റജി നമുക്ക് സേവ് ചെയ്യാം. 920 എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിൽ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. സ്ലിപ്പേജ് നമുക്കൊരു 0.1 കൊടുക്കാം. വേണ്ട, സ്ലിപ്പേജ് കൊടുത്തില്ല, നമുക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയല്ലോ. സോ അതിനുശേഷം നമുക്ക് ഒറ്റ ക്ലിക്കിൽ റൺ കൊടുത്താൽ എന്ത് ചെയ്യും? ഈ ഒരു സ്ട്രാറ്റജി മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്ത് എന്താണ് ഇതിൻ്റെ റിസൾട്ട്, ഇത് നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ചെയ്തിരുന്നു എങ്കിൽ എന്ത് കിട്ടും എന്ന് നമുക്കിവിടെ താഴത്ത് കാണാനായിട്ട് സാധിക്കും. നോക്കൂ, 58% അതിൻ്റെ വിന്നിങ് റേറ്റ്. സോ മൊത്തം നമുക്ക് ഓവറോൾ 3,64,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ആവറേജ് ഒരു ദിവസം 464 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മാക്സ് പ്രോഫിറ്റ്, മാക്സ് ലോസ് പെർസെൻറ്റേജ്, ആവറേജ് പ്രോഫിറ്റ് ഓഫ് വിന്നിങ് ഡേയ്സ്, ആവറേജ് ലൂസ് ഡേയ്സ് എത്ര, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഒരു സ്ട്രാറ്റജിയല്ലേ നമ്മൾ ടെസ്റ്റ് ചെയ്തുള്ളൂ. മാക്സിമം വിന്നിങ് സ്ട്രൈക്ക് എത്ര? അടുപ്പിച്ച് 21 ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മാക്സ് ലോസ് 8 ദിവസം അടുപ്പിച്ച് ലോസ് കിട്ടിയിട്ടുണ്ട്. മാക്സ് ഡ്രോ ഡൗൺ 42 ദിവസം വരെ ഫുൾ നമ്മൾ എവിടെ കിടന്നിട്ടുണ്ട്? നമ്മൾ ലോസിൽ കിടന്നിട്ടുണ്ട്. സോ ഓരോ മാസം ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്ത് 2022 നോക്കുകയാണെങ്കിൽ ഇതുവരെ എല്ലാ മാസവും
920 സ്ട്രാഡിൽസ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ. സോ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ ലോസ് 2019, 20, 21, 22 തുടങ്ങിയ എല്ലാ വർഷത്തെയും ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്കൊരു പൊസിഷണൽ സ്ട്രാറ്റജി എങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കിയാലോ. ഇൻട്രാഡേക്ക് വരാൻ നമുക്ക് ഒരു പൊസിഷണൽ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, P12 എന്നൊരു പേര് കൊടുത്തിട്ട് നമുക്കൊരു ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇൻട്രാഡേ മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, പൊസിഷൻ നമ്മൾ എല്ലാ തവണ ചെയ്യുന്ന നമ്മുടെ ഒരു ഫ്ലൈ സ്ട്രാറ്റജി നമ്മൾ ചെയ്യുന്ന, നമുക്ക് ഫ്ലൈ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താണ് ആക്ച്വലി ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അറ്റ് ദ മണി സ്ട്രാഡിൽ പ്ലസ് എന്താ പറയാ ഔട്ട് ഓഫ് മണിയിലെ ബൈ ആണ്. ബൈ 300 പോയിന്റ് ആണല്ലോ നമ്മൾ വെക്കുന്നത്. സോ നമുക്ക് സ്ട്രാഡിൽ ട്രൈ ഔട്ട് ചെയ്യാം. ഓപ്ഷൻസ്, പുട്ട് ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ് ദ മണി സെല് ചെയ്യുന്നു. കോൾ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ് ദ മണി സെല് ചെയ്യുന്നു. രണ്ടും നമ്മൾ സെല് ചെയ്യുന്നല്ലോ, നമ്മൾ സ്റ്റോപ്പ് ലോസുകളോ കാര്യങ്ങളോ ഒന്നും വെക്കാറില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ, ബൈ ചെയ്യണം. കോൾ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, 200 പോയിന്റ് ഔട്ടർ പോയിട്ട് ബൈ ചെയ്യണം. എത്ര പോയിന്റ്, അറ്റ് ദ മണിയിൽ നിന്ന് 200 പോയിന്റ് ഔട്ടർ അല്ലേ നമുക്ക് ചെയ്യേണ്ടത്. ഔട്ട് ഓഫ് ദ മണിയിൽ 200 പോയിന്റ് ATM 200 അല്ല 300 പോയിന്റ് ഔട്ടർ നമ്മൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി അല്ല നിഫ്റ്റിയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ക്രിയേറ്റ് ചെയ്യാണ്. സോ നമ്മൾ നിഫ്റ്റിയിലാണ് ചെയ്യുന്നത്. സോ അല്ല വേണ്ട, ബാങ്ക് നിഫ്റ്റിയിലാണ് ചെയ്യുന്നത്. ബൈ അല്ല സെല്ലാണ്. എല്ലാം അറ്റ് ദ മണി ഒരു പ്രാവശ്യം കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. കോള് നമ്മൾ അറ്റ് ദ മണി വീക്കിലി സെല് ചെയ്യുന്നു. പുട്ട് നമ്മൾ അറ്റ് ദ മണി വീക്കിലി സെല് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യണം. ബൈ അറ്റ് ദ മണി പുട്ടാണെങ്കിൽ 300 പോയിന്റ് മൈനസ് അല്ലെ, എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് 300 പോയിന്റ് പുറകിലാണ് പുട്ട്. ഫൈൻ, യെസ്, 300 പോയിന്റ് പുറകോട്ട്. ഓക്കെ, 17 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 17,700 ആണെങ്കിൽ നമ്മുടെ പുട്ടിന്റെ ബൈ 17,200 ആണ്, അതായത് 300 പോയിന്റ് പുറകിലാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ബൈ ആണ് ചെയ്യേണ്ടത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോൾ ഓപ്ഷൻ 300 പോയിന്റ് എന്ത് ചെയ്യണം, ഔട്ടർ പോയി ബൈ ചെയ്യണം 300 പോയിന്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് എന്നാണ് എൻട്രി എടുക്കേണ്ടത്, ഒരു എല്ലാ ദിവസവും ഒരു 12 മണിക്കാണെന്ന് വിചാരിക്കും. എത്ര ദിവസം എൻട്രി, 1 ട്രേഡിംഗ് ഡേ ബിഫോർ ദി വീക്ക് അല്ല, എത്ര ദിവസം മുമ്പ് നമുക്ക് എടുക്കാം, 4 ദിവസം വരെയാണ് എടുക്കാൻ പറ്റുന്നത് കേട്ടോ. 4 ദിവസം മുമ്പ് വരെ എടുക്കാൻ പറ്റുന്നുള്ളൂ. എനിവേസ് ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ എടുക്കാം, 10:10 തന്നെ എടുക്കാം. 4 ദിവസം മുമ്പ് എന്ന് പറയുമ്പോൾ മൺഡേ ആണ് എടുക്കുക. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ എന്താ കിട്ടാത്തതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, മാക്സ് ടോട്ടൽ MTM സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കാറില്ല, അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ ഇതാണ് നമ്മുടെ റിസ്ക്. ഓക്കെ, എക്സിറ്റ് ഡേ എപ്പോഴാണ്, 3:20 അല്ലെങ്കിൽ 3:25 എന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സേവ് ചെയ്യാം. ഫ്ലൈ എന്ന് നമുക്ക് സേവ് ചെയ്ത് എന്ത് ചെയ്യാം, ജസ്റ്റ് ആഡ് സ്ട്രാറ്റജി കൊടുത്തതിന് ശേഷം, ഇപ്പോൾ കൊടുത്തപ്പോൾ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. P2 നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൈ നമുക്ക് റൺ ചെയ്യാം. സോ ഓൾറെഡി ഉള്ളതാണ് അവിടെ കിടക്കുന്നത്. P2 ഫ്ലൈ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൈ നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ഓരോ തവണ റൺ ചെയ്യാൻ നമുക്ക് 4 ക്രെഡിറ്റ്സ് ആവശ്യമാണ്. ഒരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാനായിട്ട് 3 കൊല്ലത്തെ ഡേറ്റയ്ക്ക് വേണ്ടി നമുക്ക് 4 ക്രെഡിറ്റ് ആവശ്യമാണ്. അപ്പൊ ഈ ക്രെഡിറ്റ് നിങ്ങൾ ഫ്രീ ആയിട്ട് അക്കൗണ്ട് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി 40 ക്രെഡിറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടാകും. 40 ക്രെഡിറ്റ് ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാകും. സോ നമുക്കിവിടെ ബാക്ക് ടെസ്റ്റ് ഡാറ്റ വന്നിട്ടുണ്ട്. ബാക്ക് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 53% വിന്നിങ് റേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ മൊത്തം നമുക്കൊരു 80,000 രൂപയുടെ പ്രോഫിറ്റ് ആണ് ഇതിൻ്റെ അത് കാണാൻ പറ്റുന്നത്. നമുക്ക് മന്ത് വൈസ് നോക്കാം. ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, ജാനുവരി ഫെബ്രുവരിയിലൊക്കെ നമുക്ക് പ്രോഫിറ്റ്, ജാനുവരി ലോസ് ഉണ്ട്, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ കാണാൻ പറ്റും, മെയ് മാസത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓവറോൾ എല്ലാ വർഷവും കുഴപ്പമില്ലാത്ത ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കൊടുത്ത സ്ട്രാറ്റജി നിങ്ങൾ ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പൊസിഷണൽ സ്ട്രാറ്റജീസിനെ കൂടി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്രെഡിറ്റ്സ് ബൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 700 രൂപയ്ക്ക് നിങ്ങൾക്ക് 50 ക്രെഡിറ്റ് ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, 40 നിയർലി 700 രൂപയുടെ ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇത് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രേഡ്സിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനും നിങ്ങൾ ചെയ്യുന്നത് കൃത്യമാണോ എന്ന് പരിശോധിക്കാനും നിങ്ങൾക്ക് സാധിക്കും. സോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.